അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് ബീം വിഡ്ത്ത് ആണ്. ബീം വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡയറക്റ്റിവിറ്റി ഓഫ് ആൻറ്റിന. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആംഗുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു ഐഡൻറ്റിക്കൽ ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ഓഫ് ദ പാറ്റേൺ മാക്സിമം. അപ്പം നമ്മൾ ഡയറക്റ്റിവിറ്റിയുടെ മെഷറാണ് എന്ത് പറയുന്നത്, ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് നമ്മൾ ബീം വിഡ്ത്ത് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് പാറ്റേൺ മാക്സിമം, അതായത് റേഡിയേഷൻ പാറ്റേൺ വരയ്ക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ റേഡിയേഷൻ പാറ്റേണിലെ മാക്സിമം എന്ന് പറയുന്നത് നമ്മുടെ മേജർ ലോബ്. ആ മേജർ ലോബിലെ രണ്ട് ഐഡൻറ്റിക്കൽ പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് ഐഡൻറ്റിക്കൽ പോയിൻറ്റ്സ് തമ്മിലുള്ള ആംഗുലർ സെപ്പറേഷൻ, അതാണ് എന്ത് പറയുന്നത്, ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഈ ഫിഗറിനകത്ത് റേഡിയേഷൻ പാറ്റേൺ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റേഡിയേഷൻ പാറ്റേൺ ഇങ്ങനെ വരുമ്പോൾ, പാറ്റേൺ മാക്സിമോ മേജർ ലോബ് ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് എടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ രണ്ട് പോയിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷൻ, അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, it is an important figure of merit since directivity increases as beam width decreases. അപ്പോൾ ബീം വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബീം വിഡ്ത്ത് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേജർ ലോബ് കുറച്ചും കൂടി ഷാർപ്പായിരിക്കും അല്ലേ. ഷാർപ്പായി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ്, അതിൻ്റെ ഡയറക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഓഫ് മെറിറ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ റെസൊല്യൂഷൻ കാപ്പബിലിറ്റി ഓഫ് ആൻ ആൻറ്റിന ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് റേഡിയേറ്റിംഗ് സർവീസസ്. അതെന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ടു ഡിസ്ക്രൈബ് ദ റെസൊല്യൂഷൻ കാപ്പബിലിറ്റി ഓഫ് ആൻ ആൻറ്റിന ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് റേഡിയേറ്റിംഗ് സോഴ്സസ്. അഡ്ജസൻ്റ് ആയിട്ടുള്ള റേഡിയേറ്റിംഗ് സോഴ്സസ് അത് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ ക്യാപ്പബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബീം വിഡ്ത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബീം വിഡ്ത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ് ഈസ് ദ ആംഗുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു ഐഡൻറ്റിക്കൽ ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ഓഫ് ദ പാറ്റേൺ മാക്സിമ ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഓഫ് മെറിറ്റ് സിൻസ് ഡയറക്റ്റിവിറ്റി ഡിക്രീസസ് ആസ് ബീം വിഡ്ത്ത് since directivity increases as beam width decreases. Okay, and it is used to describe the resolution capability of an antenna. ഇനി അടുത്തത് പറയുന്നത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. നമ്മൾ ഹാഫ് പവർ ബീം വിഡ്ത്തും ഫസ്റ്റ് നൾ ബീം വിഡ്ത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷനാണ്. ഹാഫ് പവർ ബീം വിഡ്ത്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 2 ആൻഡ് റെസൊല്യൂഷൻ ക്യാപ്പബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, റെസൊല്യൂഷൻ ക്യാപ്പബിലിറ്റി ഈക്വൽ ടു ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ബീം വിഡ്ത്ത്. ബീം വിഡ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, വേവ് ലെങ്ത്ത്, ഡയമെൻഷൻ ഓഫ് ആൻറ്റിന ആൻഡ് ഷേപ്പ് ഓഫ് റേഡിയേഷൻ പാറ്റേൺ. ഇനി നമ്മൾ രണ്ട് ടൈപ്പ് പാറ്റേൺ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീൽഡ് പാറ്റേൺ ആൻഡ് പവർ പാറ്റേൺ. ഫീൽഡ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലോട്ടഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ലോഗരിതമാറ്റിക് സ്കെയിൽ. ആൻഡ് പവർ പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്ലോട്ടഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് സ്ക്വയർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ലോഗരിതമിക് സ്കെയിൽ, ദാറ്റ് ഈസ് ഡി ബി സ്കെയിൽ. ഓക്കെ, അപ്പോൾ പവർ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ഇ ഓർ എച്ച്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനവിടെ ഇക്വേഷൻ മുന്നേ പറഞ്ഞ സമയത്ത് റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയും പവറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ജസ്റ്റ് അവിടെ നോട്ട് ചെയ്തൊന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തത് വരുന്നത് ബീം സോളിഡ് ആംഗിൾ ഓർ ബീം ഏരിയ. Okay, next parameter is beam solid angle or beam area. It is denoted as omega A. Omega A എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ബീം സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്, സോളിഡ് ആംഗിൾ ത്രൂ വിച്ച് all the power of the antenna would flow if its radiation intensity is mentioned as constant and equal to the maximum value for all the angles within omega A. Okay, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ബീം സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സോളിഡ് ആംഗിൾ ത്രൂ വിച്ച് ഓൾ ദ പവർ ഓഫ് ദ ആൻറ്റിന വുഡ് ഫ്ലോ ഇഫ് ഇറ്റ്സ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈസ് മെൻഷൻഡ് ആസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈക്വൽ ടു ദ മാക്സിമം വാല്യൂ ഫോർ ഓൾ ദ ആംഗിൾസ് വിതിൻ ഒമേഗ എ. ഓക്കെ, ദെൻ ബീം ഏരിയ ഓർ ബീം സോളിഡ് ആംഗിൾ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് നോർമലൈസ്ഡ് പവർ പാറ്റേൺ ഓവർ എ സ്ഫിയർ.
ഓക്കെ. അപ്പോൾ ഒമേഗ എയുടെ ഇക്വേഷൻ ഇതാണ്. ഒമേഗ എ എന്ന് പറയുന്നത് ഒമേഗ എ ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ, ഒമേഗ എ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ phi equal to 0 to 2 pi, phi theta equal to 0 to pi, p n theta phi d omega. ഓക്കെ, p n theta phi നോർമലൈസ്ഡ് പവർ ആണ്. p n theta phi എന്ന് പറയുന്നത് നോർമലൈസ്ഡ് പവർ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ p n theta phi കിട്ടുക എന്നുള്ളത്? നോർമലൈസ്ഡ് പവർ കിട്ടാൻ ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന പവർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാക്സിമം വാല്യൂ, ദാറ്റ് ഈസ് p theta phi ഡിവൈഡഡ് ബൈ p max. ഓർ നമുക്ക് പവറും റേഡിയേഷൻ ഇൻറ്റൻസിറ്റി തമ്മിലുള്ള റിലേഷൻ അറിയാം, യു തീറ്റ ഫൈ ഡിവൈഡഡ് ബൈ യു മാക്സ് തീറ്റ ഫൈ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നോർമലൈസ്ഡ് പവർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പവറാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പവർ ഡിവൈഡഡ് ബൈ മാക്സിമം വാല്യൂ, ഏതിൻ്റെയും നോർമലൈസ്ഡ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ വാല്യൂ അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ മാക്സിമം വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് പിയും യുവും ഇയും തമ്മിലുള്ള റിലേഷൻ, അതായത് ഇലക്ട്രിക് ഫീൽഡാണ് തരുന്നതെങ്കിൽ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. അതാണ് അവിടെ താഴെ തന്നിട്ടുള്ളത്, ഇ തീറ്റ ഫൈ ഡിവൈഡ് ബൈ ഇ മാക്സ് തീറ്റ ഫൈ സ്ക്വയർ. ഇത് ഇ തീറ്റ ഫൈ, ഈ ഇക്വേഷനാണ്. ഇ തീറ്റ ഫൈ ഡിവൈഡ് ബൈ താഴെയുള്ളത് ഇ മാക്സ് തീറ്റ ഫൈ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇ മാക്സ് ആണത്. അപ്പോൾ ഇതാണ് ബീം സോളിഡ് ആംഗിളിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, അതായത് പി എൻ തീറ്റ ഫൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി എൻ തീറ്റ ഫൈ എന്ന് പറയുന്നത് എന്താ? ഒമേഗ എ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ, ഇൻ്റഗ്രൽ 0 to 2 പൈ, ഇൻ്റഗ്രൽ 0 to പൈ പി തീറ്റ ഫൈ ഡിവൈഡഡ് ബൈ പി മാക്സ് തീറ്റ ഫൈ ഇൻറ്റു ഡി ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ ടേമിൽ എഴുതി, ഒമേഗ എ ഈക്വൽ ടു ഫൈ ഈക്വൽ ടു 0 to 2 പൈ, തീറ്റ ഈക്വൽ ടു 0 to പൈ, യു തീറ്റ ഫൈ യു മാക്സ് ഡിവൈഡ് ബൈ യു മാക്സ് തീറ്റ ഫൈ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. അത് ക്വസ്റ്റ്യനിൽ ഏതാണ് പാരാമീറ്ററാണ്, ഏത് വാല്യൂ ആണ് തന്നിരിക്കുന്നത് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓർ അനദർ ഇക്വേഷൻ ഫോർ ഒമേഗ എ ഈസ് ഒമേഗ എ ഈക്വൽ ടു പി ആർ എ ഡി ഡിവൈഡഡ് ബൈ യു മാക്സ്. ഓക്കെ, ഇതാണ് ഒമേഗ എ ഡിയുടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ എ ഡി ഡിവൈഡ് ബൈ യു മാക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ആർ എ ഡിയുടെ ഇക്വേഷൻ അറിയാം. പി ആർ എ ഡി എന്ന് പറയുന്നത് എന്താ? ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതാ ഈ ഡിവൈഡഡ് ബൈ യു മാക്സ് ഇല്ലാത്ത ഈ സർക്കിൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത് പി ആർ എ ഡിയുടെ ഇക്വേഷനാണ്. അതേ ഡിവൈഡ് ബൈ യു മാക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒമേഗ എ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഒമേഗ എയുടെ വേറൊരു ഇക്വേഷനാണ് തീറ്റ എച്ച് പി ഇൻറ്റു ഫൈ എച്ച് പി. അതിനകത്ത് തീറ്റ എച്ച് പി എന്നതാണ്, ഫൈ എച്ച് പി എന്നതാണ്. ഇപ്പോൾ നേരത്തെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇതെല്ലാം തന്നു കഴിഞ്ഞാലാണ്. ഇനി ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഫ് പവർ ബീം എടുത്ത് അല്ലെങ്കിൽ ഹാഫ് പവർ ബീം എടുത്ത് തന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഒമേഗ എ ഈക്വൽ ടു തീറ്റ എച്ച് പി ഇൻറ്റു ഫൈ എച്ച് പി, വേർ തീറ്റ എച്ച് പി എന്ന് പറയുന്നത് എന്താ? ഹാഫ് പവർ ബീം എടുത്തിൻ തീറ്റ പ്ലെയിൻ ഓർ ഇ പ്ലെയിൻ, ആൻഡ് ഫൈ എച്ച് പി എന്ന് പറയുന്നത് ഹാഫ് പവർ ബീം എടുത്തിൻ എച്ച് പ്ലെയിൻ ഓർ ഫൈ പ്ലെയിൻ. ഓക്കെ, ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒമേഗ എയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ എ ഈക്വൽ ടു പി ആർ എ ഡി ഡിവൈഡ് ബൈ യു മാക്സ് പഠിക്കാം. അതല്ലെങ്കിൽ ഈ ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഇക്വേഷൻ ഒമേഗ എ ഈക്വൽ ടു ഈ ഇക്വേഷൻ ഇങ്ങനെ പഠിക്കാം. ഒമേഗ എ ഈക്വൽ ടു ഈ രണ്ട് ഇക്വേഷൻസ് പഠിക്കാം. ഓക്കെ, ദെൻ അനദർ ഇക്വേഷൻ ഈസ് ഒമേഗ എ ഈക്വൽ ടു തീറ്റ എച്ച് പി ഇൻറ്റു ഫൈ എച്ച് പി. ഓക്കെ, നമ്മൾ ഒമേഗ എയുടെ രണ്ട് ഇക്വേഷൻ അല്ലെങ്കിൽ ബീം സോളിഡ് ആംഗിളിൻ്റെ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ഇക്വേഷന്, അതായത് ഈ ഇക്വേഷനെ നമ്മൾ പറയുന്നത് എക്സാക്റ്റ് ഇക്വേഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ പറയുന്നത് അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എന്ന് പറയും. അതെ, ഓക്കെ, അതായത് ബീം വിഡ്ത്തിൻ്റെ ടേംസിലുള്ളതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എന്ന് പറയും. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് ചെയ്യുന്ന ഇക്വേഷനെ നമ്മൾ എക്സാക്റ്റ് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഈ ബീം സോളിഡ് ആംഗിളിൻ്റെ ടേംസിൽ ഡയറക്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം ഡയറക്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡയറക്റ്റിവിറ്റി ഡി ഈക്വൽ ടു 4 പൈ divided by PRAD into U max, that is equal to, we can write D equal to 4 pi divided by omega A. Okay, ഇത് നമ്മൾ ഓൾറെഡി എഴുതിയ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. D equal to 4 pi into
PRAD/Umax എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം PRAD/Umax എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ എ ആണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? D = 4π/ω_a. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. D = 4π/ω_a. ദാറ്റ് ഈസ് ഈക്വൽ ടു D = 4π/ω_a എന്ന് പറയുന്നത് എന്താ? θHp × φHp ഇൻ സ്റ്റെറിഡിയൻ. ഇനി അതിനെ ഡിഗ്രിയിൽ എഴുതുകയാണെങ്കിൽ D = 41253 /θHp × φHp ഇൻ ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഡിയുടെ ഇക്വേഷൻ ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എന്നാണ് പറയുക. അപ്രോക്സിമേറ്റ്, ഇത് അപ്രോക്സിമേറ്റ് ഇക്വേഷനാണ്. ഓക്കെ, മറ്റത് നമ്മൾ ഡയറക്റ്റിവിറ്റി അല്ലാതെ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഇക്വേഷൻ, അതിനെ നമ്മൾ പറയുന്നത് എക്സാക്റ്റ് എന്ന് പറയും. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇതാണ്: റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് മേജർ ലോബ് ഓഫ് ആൻ ആൻറ്റിന ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ U = B0 cos θ for 0 < θ < π/2 where B0 is the maximum radiation intensity. Find one beam solid angle exact and approximate, two directivity exact and approximate. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം എടുത്ത് എഴുതുക. ആദ്യം തന്നിരിക്കുന്നത് എന്താ? ഇവിടെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി U = B0 cos θ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് വേർ B0 ഈസ് ദ തന്നിട്ടുണ്ട്. B0 ഈസ് ദ മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. ദാറ്റ് മീൻസ് Umax = B0. അത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബീം സോളിഡ് ആംഗിൾ ആണ്, എക്സാക്റ്റ് ആൻഡ് അപ്രോക്സിമേറ്റ് അല്ലേ? അപ്പോൾ ബീം സോളിഡ് ആംഗിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ω_a = PRAD/Umax. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എക്സാക്റ്റ് ആണ്. എക്സാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ അത് PRADയുടെ ഈ ഇക്വേഷൻ എഴുതുക. PRAD = integral phi = 0 to 2π θ = 0 to π/2 U θ∅ sin θ dθ dφ. ഇവിടെ എന്തുകൊണ്ടാണ് π/2 യൂസ് ചെയ്തെടുക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് U = B0 cos θ where 0 < θ < π/2. അപ്പോൾ തീറ്റയുടെ റേഞ്ച് തന്നിട്ടുണ്ട് π/2. ഫൈയുടെ റേഞ്ച് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫൈയുടെ റേഞ്ച് നമ്മൾ ആസ് യൂഷ്വൽ 0 to 2π എടുത്തു. തീറ്റയുടെ റേഞ്ച് 0 to π/2 എടുത്തു. ഓക്കെ, പിന്നെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ടേമിലുള്ള ഇക്വേഷൻ എഴുതി. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U θ∅ തന്നിട്ടുണ്ട്, B0 cos θ തന്നിട്ടുണ്ട്, ദെൻ sin θ dθ dφ. ദെൻ B0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുത്തു. ദെൻ sin θ cos θ dθ dφ ആണ്. ദെൻ sin θ cos θനെ നമുക്ക് എങ്ങനെ എഴുതാം? sin 2θ / 2. ഓക്കെ, 2 sin θ cos θ 2 sin θ cos θ എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു എന്താണ്? sin 2θ sin 2θ. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് എന്ത് കിട്ടും? sin θ cos θ = sin 2θ/2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? ഫൈയുടെ ടേമും തീറ്റയുടെ ടേമും സെപ്പറേറ്റ് ചെയ്തു. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ω = B0 × π എന്ന് പറഞ്ഞാൽ ω = B0 × π എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. Therefore ω = PRAD/Umax. ഓക്കെ, PRAD = B0 × π കിട്ടും. ദെൻ ω = PRAD/Umax ചെയ്ത് കഴിഞ്ഞാൽ യുമാക്സിൻ്റെ വാല്യൂ B0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ π സ്റ്റെറിഡിയൻ എന്ന് കിട്ടും. ഇതാണ് എക്സാക്റ്റ് വാല്യൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യണം, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. എക്സാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഡയറക്റ്റിവിറ്റിയും ചെയ്യാം. ഡയറക്റ്റിവിറ്റി എന്താ? എക്സാക്റ്റ് ഡയറക്റ്റിവിറ്റി കണ്ടുപിടിക്കുന്നത് ഡയറക്റ്റിവിറ്റിയുടെ ഇക്വേഷൻ അറിയാം. D = 4π × Umax / PRAD. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ്. 4π × Umax നമുക്കറിയാം B0. PRAD തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു B0 × π. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ = 4 എന്ന് പറഞ്ഞിട്ടു. ഓക്കെ, അടുത്ത് വരുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്രോക്സിമേറ്റ് ബീം സോളിഡ് ആംഗിളും കണ്ടുപിടിക്കണം, അപ്രോക്സിമേറ്റ് ഡയറക്റ്റിവിറ്റിയും കണ്ടുപിടിക്കണം. അപ്രോക്സിമേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് θHp യും φHp യും കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പോൾ തീറ്റ എച്ച് പിയും ഫൈ എച്ച് പിയും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ എച്ച് പിയുടെയും ഫൈ എച്ച് പിയുടെയും വാല്യൂ അറിയണം. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവിടെ നോക്കാം. നമുക്കറിയാം തീറ്റ എച്ച് പി അല്ലെങ്കിൽ ഫൈ എച്ച് പി എന്ന് പറയുന്നത് എന്താ, ഹാഫ് പവർ പോയിൻറ്റ്സ് ആണ് അല്ലേ. ഹാഫ് പവർ പോയിൻറ്റ്സ് ആണ്. ഹാഫ് പവർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പവർ ഈക്വൽ ടു ഹാഫ് ഓഫ് പി മാക്സ്. ഓക്കെ, അപ്പോൾ അറ്റ് ഹാഫ് പവർ പോയിൻറ്റ്സ് നോർമലൈസ്ഡ് പവർ വിൽ ബി 1/2. ഓക്കെ, Pn ഈക്വൽ ടു 1/2 ഓർ UN ഈക്വൽ ടു 1/2. പിയും യുവും എന്താണ്, പിന്നെന്താണ് പിയുടെ ഇക്വേഷൻ പി ഈക്വൽ ടു യു ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരേപോലെയാണ് എഴുതാറ്. ഈക്വൽ ടു ഇ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറ്. അപ്പോൾ പി ഹാഫ് പവർ പോയിൻറ്റ് പി ഈക്വൽ ടു അല്ലെങ്കിൽ PN ഈക്വൽ ടു 1/2 ഓർ UN ഈക്വൽ ടു 1/2. ദാറ്റ് മീൻസ് പി ഈക്വൽ ടു 1/2 ഇൻറ്റു പി മാക്സ്. അതെങ്ങനെയാണ് കിട്ടുന്നത് നമുക്കറിയാം. പി എൻ എന്ന് പറഞ്ഞാൽ എന്താ, പി എൻ എന്ന് പറയുന്നത് എന്താ, പി ഡിവൈഡഡ് ബൈ പി മാക്സ് അല്ലേ. പി എൻ ഈക്വൽ ടു 1/2 ആണ് മറ്റേ ഹാഫ് പവർ പോയിൻറ്റിൽ. അപ്പോൾ അതിനകത്തുനിന്ന് പിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും, പി ഈസ് ഈക്വൽ ടു പി മാക്സ് ഡിവൈഡഡ് ബൈ 2 ഓർ 1/2 ഇൻറ്റു പി മാക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഓർ ഇനി റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ ടേമിലാണെങ്കിൽ യു ഈക്വൽ ടു 1/2 ഇൻറ്റു യു മാക്സ്. അപ്പോൾ ഹാഫ് പവർ പോയിൻറ്റ്സ് യു ഈക്വൽ ടു 1/2 ഇൻറ്റു യു മാക്സ്. നമുക്കറിയാം യുടെ ഇക്വേഷൻ എന്താ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, P0 കോസ് തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു യു മാക്സ് എന്താ B0. ദാറ്റ് മീൻസ് കോസ് തീറ്റ ഈക്വൽ ടു 1/2 ഓർ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്, ഇപ്പോൾ ഞാനിവിടെ ഡ്രോ ചെയ്യുന്നുണ്ട്. തീറ്റ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്, ഇപ്പം നമ്മളിങ്ങനെ ഒരു പാറ്റേൺ വരയ്ക്കുകയാണെങ്കിൽ ഇത് y ആക്സിസ്, ദെൻ ഒരു ഹാഫ് പവർ പോയിൻറ്റിലേക്കുള്ള ആംഗിളാണ്. ഒരു ഹാഫ് പവർ പോയിൻറ്റിലേക്കുള്ള ആംഗിളാണ് എന്തെന്ന് പറയുന്നത് തീറ്റ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷനാണ് എന്ത് പറയുന്നത്, ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കണം. ഈ രണ്ട് പോയിൻറ്റ്സ് ഇവിടെ പോയിൻറ്റ്സ് എ ബി എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ y ആക്സിസും എയും തമ്മിലുള്ള ആംഗിളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച തീറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ y ആക്സിസും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. നമുക്ക് തീറ്റ എച്ച് പി ഹാഫ് പവർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 2 ടൈംസ് തീറ്റ ചെയ്യണം. അപ്പോൾ ഇവിടെ തീറ്റ ഈക്വൽ ടു 60 ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ടൈംസ് 60 ദാറ്റ് ഈസ് 120 ഡിഗ്രി. അത് ഡിഗ്രിയിലാണെങ്കിൽ 120 ഡിഗ്രി, റേഡിയനിലാണെങ്കിൽ 2π/3. ഓക്കെ, അപ്പോൾ തീറ്റ എച്ച് പി നമുക്ക് എന്ത് കിട്ടി, 2π/3 കിട്ടി. ഇനി നമുക്ക് ഫൈ എച്ച് പി കണ്ടുപിടിക്കണം. ഫൈ എച്ച് പി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് യു റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് B0 കോസ് തീറ്റ ആണ്. അവിടെ തീറ്റയുടെ ടേം മാത്രമേ ഉള്ളൂ, ഫൈയുടെ ടേം ഇല്ല. ദാറ്റ് മീൻസ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫൈ, വിച്ച് മീൻസ് തീറ്റ എച്ച് പി ഈക്വൽ ടു ഫൈ എച്ച് പി. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, തീറ്റയുടെ ടേമും ഫൈയുടെ ടേമും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. അതല്ല തീറ്റയുടെ ടേം മാത്രമേ ഉള്ളെങ്കിൽ അതിനകത്തുനിന്ന് ആദ്യം തീറ്റ എച്ച് പി കണ്ടുപിടിക്കുക, അതന്നെ ആയിരിക്കും ഫൈ എച്ച് പി. ഇനി തീറ്റയുടെ ടേമും ഫൈയുടെ ടേമും ഉണ്ട് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫൈയുടെ ടേം കണ്ടുപിടിക്കേണ്ടത്, ഇതേപോലെ യു ഈക്വൽ ടു ഹാഫ് ഓഫ് യു മാക്സ് കണ്ടുപിടിക്കുക. ദെൻ അവിടെ തീറ്റയുടെ സ്ഥാനത്ത് ഫൈ വരും. ദെൻ ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ 2 ടൈംസ് ഫൈ, അതായിരിക്കും ഫൈ എച്ച് പി എന്ന് പറയുന്നത്. അതായത് ഫൈയുടെ ടേം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ തീറ്റ എച്ച് പിയുടെയും ഫൈ എച്ച് പിയുടെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഒമേഗ എ കണ്ടുപിടിക്കാം. ഒമേഗ എ ഈക്വൽ ടു തീറ്റ എച്ച് പി ഇൻറ്റു ഫൈ എച്ച് പി, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി, 4π²/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.386 സ്റ്റെറീഡിയൻ. ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് റേഡിയനിലാണ്, അതുകൊണ്ട് യൂണിറ്റ് സ്റ്റെറീഡിയനാണ്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്രോക്സിമേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, അപ്രോക്സിമേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഡയറക്റ്റിവിറ്റി കണ്ടുപിടിക്കുക. D ഈക്വൽ ടു 4π/ω ആണ്. അപ്പോൾ 4π ഡിവൈഡ് ω നമ്മൾ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.86 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് നോക്കേണ്ടത് എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ എ, അതായത് തീറ്റ എച്ച് പി ഡിയും ഫൈ എച്ച് പി ഡിയും ടേമിലുള്ള ഹാഫ് പവർ പോയിൻറ്റ്സിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. തീറ്റ എച്ച് പി എങ്ങനെ കണ്ടുപിടിക്കുക, ഫൈ എച്ച് പി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ റേഡിയേഷൻ പാറ്റേണിനകത്ത്
ഇതാണ് റേഡിയേഷൻ മാക്സിമം എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ ഒരു പോയിൻറ്റും ആക്സിസും തമ്മിലുള്ള ആംഗിളാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് പോയിൻറ്റ് തമ്മിലുള്ള ആംഗുലർ സെപ്പറേഷനാണ്. ദാറ്റ് ഈസ് എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിൻറ്റ്സ് കാണിക്കുകയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് നമ്മൾ തീറ്റ എച്ച് പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ടൈംസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ എച്ച് പി കിട്ടും. ഓക്കെ, അത് തെറ്റിപ്പോകരുത്, പലപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഭാഗമാണത്. അതുകൊണ്ടാണ് ഞാൻ ഒരു തവണയും കൂടി പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബീം സോളിഡ് ആംഗിളും അതുപോലെ ഡയറക്റ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് ബീം സോളിഡ് ആംഗിൾ ഓർ ബീം ഏരിയയുടെ പ്രോബ്ലംസും തിയറിയും വരുന്നത്. ഓക്കെ.